ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങൾ പെട്ടെന്ന് കരസ്ഥമാക്കാൻ എന്തൊക്കെ ചെയ്യണം, ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാവുക. അത് റിലേഷൻഷിപ്പ് സംബന്ധമായ ആഗ്രഹങ്ങളാവാം, കരിയർ സംബന്ധമായ ആഗ്രഹങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം എന്നുള്ള ആഗ്രഹങ്ങളാവാം. ഇതൊക്കെ പെട്ടെന്ന് നടക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. ഒന്നാമതായി വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതജ്ഞത, അതായത് നന്ദിയുള്ള അവസ്ഥ. അതായത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുവോ അതിനൊക്കെ നിങ്ങൾ നന്ദിയോടുകൂടി സ്മരിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം, യാത്ര ചെയ്ത വണ്ടി, അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത വണ്ടി ഓടിച്ച ആളോട്, അതേപോലെ തന്നെ നമുക്ക് ഭക്ഷണം വിളമ്പി തന്ന ആളോട്, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കാശ് കൊടുത്തിട്ടാണ് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ പോലും, വീട്ടിൽ നിന്ന് ഉമ്മയാണ് നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നതെങ്കിലും, അല്ലെങ്കിൽ ഭാര്യയാണ് നിങ്ങൾ ഭക്ഷണം വിളമ്പി, അവരോടൊക്കെ ഒരു കൃതജ്ഞത, നമുക്ക് മനസ്സിലൊരു നന്ദി എപ്പോഴും ഉണ്ടാവുക. നന്ദി നിങ്ങൾ ആർക്ക്, എപ്പോൾ, എങ്ങനെയെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 1 മന്തെങ്കിലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി മറ്റൊരു കാര്യമാണ്, രണ്ടാമതായിട്ടുള്ള ഒരു പോയിന്റാണ് ഫോർഗീവ്നെസ്. ക്ഷമിക്കാനുള്ള ഒരു കഴിവ്, ഫോർഗീവ് ചെയ്തു കൊടുക്കുക. അത് എല്ലാവരോടും നമുക്ക് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുമെന്ന് തോന്നണില്ല. എല്ലാവരോടും നമുക്ക് എല്ലാവരും നമ്മളോടും നല്ല രീതിയിൽ പെരുമാറിക്കൊള്ളണമെന്നില്ല. നമ്മോട് മോശമായി പെരുമാറിയവരോട് നമുക്കുണ്ടായേക്കാവുന്ന ദേഷ്യം, വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടക്കാൻ പാടില്ല. അങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ വളരെയധികം പ്രയാസമുണ്ടാക്കും. എങ്ങനെയാണ് അത് പ്രയാസം ഉണ്ടാക്കുക? നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷനും അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും ഒന്നും സ്പീഡപ്പ് ആവില്ല. അതായത് നിങ്ങളുടെ പ്രകടനം വളരെ മോശമായിരിക്കും. നിങ്ങളുടെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും പ്രയാസമായിരിക്കും. എന്താ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക. മനസ്സിൽ കൊണ്ടു നടക്കാതിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് ഫ്രഷ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും. അപ്പം ഇനി ആരോടെങ്കിലും നിങ്ങൾക്ക് വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാതെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറിൽ അതങ്ങ് എഴുതുക. പേപ്പറിൽ മൊത്തം ഇന്ന ആളോട് ഇന്ന തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ എനിക്കുണ്ട്, ഇതൊക്കെ ഞാൻ കൊണ്ടു നടന്നാൽ പ്രയാസമാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു പേപ്പറിൽ വ്യക്തമായിട്ട് ആ കാര്യങ്ങളെല്ലാം എഴുതി അത് കരിച്ച് കളയുക, തീയിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അതെല്ലാം ഉപേക്ഷിച്ചു എന്നർത്ഥം. ഇനി അത് മനസ്സിൽ കൊണ്ട് നടക്കരുത്, മനസ്സിൽ കൊണ്ട് നടക്കണ്ട, എല്ലാം അത് കത്തിച്ചു കളഞ്ഞു. അപ്പം നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നല്ല നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ട്. നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് പരിപൂർണമായ കോൺസെൻട്രേഷൻ ഉണ്ട്. നിങ്ങൾ ആ പരിപൂർണമായ കോൺസെൻട്രേഷനോട് കൂടി നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നു, നിങ്ങൾ തൊഴിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തൊഴിലെടുക്കുന്നു, നിങ്ങൾ വേറെ വല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ കാര്യങ്ങളിൽ വളരെ മനോഹരമായി നിങ്ങൾ വ്യാപൃതരാകുന്നു. കാരണം എന്താ? നിങ്ങളുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്ന ഈ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ മനസ്സിൽ വിദ്വേഷവും പകയും ഒക്കെ സൂക്ഷിച്ചതെല്ലാം കത്തിച്ചു കളഞ്ഞു, അതെല്ലാം ചാമ്പലായി. അപ്പം അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. അപ്പം അതും ഒഴിവായതോടുകൂടി നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയാൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ പ്രകടനം, നിങ്ങളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനം ഒക്കെ നന്നായി മാറും. അപ്പം അതോടുകൂടി നിങ്ങളൊരു പുതിയ മനുഷ്യനായി മാറി എന്നുള്ളതാണ്. അപ്പം ആരോടെങ്കിലും പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാം. എന്താണ് ആ കാര്യം?
ഒരു പേപ്പറിൽ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ എഴുതിങ്ങാനിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് 4 അടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ഇതിലെഴുതിക്കോ, എന്നിട്ട് അങ്ങോട്ട് അത് കരിഞ്ഞു പോട്ടെ. കരിഞ്ഞു പോയതോടുകൂടി നിങ്ങളുടെ ആ പകയും വിദ്വേഷവും വെറുപ്പും എല്ലാം അതോടുകൂടി ചാമ്പലായി, നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയി. അപ്പോൾ രണ്ടാമത്തെ പോയിന്റാണ് നമ്മൾ പഠിച്ചത്, അതാണ് ഫോർഗീവ്നെസ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ടുള്ള പോയിന്റാണ് ബോഡി മൂവിങ്. അതെല്ലാവർക്കും അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ്. ബോഡി മൂവിങ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അല്പം നടക്കുക, അല്ലെങ്കിൽ അല്പം ഓടുക, അല്പം എക്സസൈസൊക്കെ ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് പാട് ആദ്യത്തെ അരമണിക്കൂർ നേരം നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരായാൽ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ്നെസ് ഉണ്ടാകുമെന്നാണ്. ഫ്രഷ്നെസ് ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ദിവസമായിട്ട് ദിവസങ്ങൾ മാറുന്നതായിട്ട് കാണാം. ആദ്യത്തെ അരമണിക്കൂർ നിങ്ങൾ ഫോൺ പോലും തുടരും. ആദ്യം തന്നെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇങ്ങനെ നോക്കാൻ പോകണ്ട. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ, ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത് അവൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നോക്കാൻ പോകേണ്ട. ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ പരിപൂർണമായും നിങ്ങളുടെ എക്സസൈസിനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും, നിങ്ങൾ എന്തെങ്കിലും കാര്യഗൗരവമായിട്ട് വായിക്കാനുണ്ടെങ്കിൽ അതും ഒക്കെ നോക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം അമേസിങ് ആയിരിക്കും. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ച് നോക്കുക. ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് കൃതജ്ഞത, നന്ദിയുള്ളവരാവുക. എല്ലാ കാര്യങ്ങളോടും നിങ്ങൾ നന്ദിയുള്ളവരാവുക. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ഫോർഗീവ്നെസ്, എല്ലാത്തിനോടും ക്ഷമിക്കുക. ആരോടെങ്കിലും വെറുപ്പ്, വിദ്വേഷം, പക ഇതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കുക. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു കഷ്ണം പേപ്പറിൽ എഴുതി അത് കത്തിച്ച് കളയുക. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ കഴിഞ്ഞു. മൂന്നാമത്തെ പോയിന്റാണ് ബോഡി മൂവിങ്. നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ മൊബൈൽ കുത്തിക്കളിക്കാതെ, മൊബൈലിൽ നോക്കാതെ, TV കാണാതെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞ് അല്പസമയം എക്സസൈസിനായിട്ട് മാറ്റിവെക്കുക. അല്പം നടക്കാൻ പോവുക. നടക്കാൻ പോകുന്നത് ഇഷ്ടമല്ലാത്തവർ എക്സസൈസ് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ജിമ്മിൽ പൊയ്ക്കോളൂ. അതല്ല നിങ്ങൾ വേറെ വല്ല യോഗ ചെയ്യുന്നവരാണെങ്കിൽ അതാവട്ടെ. ഇത് തന്നെയായാലും നിങ്ങൾ അല്പനേരം എക്സസൈസിനായിട്ട് മാറ്റിവെക്കുക, നടക്കാൻ വേണ്ടി മാറ്റിവെക്കുക, നല്ല കാര്യങ്ങൾ വായിക്കുക, പ്രാർത്ഥിക്കുക. ഇത് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സും ശരീരവും ആക്റ്റീവായി, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊത്തത്തിലുള്ള പ്രകടനം നന്നായിരിക്കും. അതോടുകൂടി നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സഫലീകരിക്കപ്പെടാൻ 100% സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചാൽ പോരാ. ആഗ്രഹം നടക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും വേണം, അത് വേറെ വിഷയം. ചെയ്യുന്നതിന് പുറമെ ഈ കാര്യങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകും. എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും വിനയ പുരസ്പരം അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.